പ്രസിഡന്റ് ഹഫീസുക, ഞാൻ സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് INTC ഇരവിപുരം റീജിയണൽ കമ്മിറ്റിയുടെ ട്രഷററുമായ അഡ്വക്കേറ്റ് ജി അജിത് അവരെ ഞാൻ ക്ഷണിച്ചുകൊള്ളും. വരും കാലങ്ങളിൽ നമ്മുടെ INTC ശക്തിപ്പെടുത്തലേക്ക് വേണ്ടിയും ഇന്ന് വന്നിരിക്കുന്ന ഉന്നത വിജയം കരസ്ഥമാക്കി വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനിയും വരും കാലങ്ങളിൽ നല്ല വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറട്ടെ എന്ന ആശംസയുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരിക്കൽ പേര് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് കോൺഗ്രസ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് രൂപം കൊടുക്കുന്ന INTCയുടെ നൗഷാദിന്റെ നേതൃത്വത്തിലുള്ള ഈ റീജിയണൽ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും കൊല്ലം ജില്ലാ കോൺഗ്രസ് ജില്ലാ INTC കമ്മിറ്റി ഏറ്റവും നല്ല ഒരു റീജിയണൽ കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഇരവിപുരം റീജിയണൽ കമ്മിറ്റിയാണ്. പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും കൂടുതൽ ആളുകളെ കൂടുതൽ മേഖലകളിലേക്ക് INTCയുടെ പ്രവർത്തനം എത്തിച്ചേരുകയും ഈ ആളുകളെയൊക്കെ ഇതിലേക്ക് സംഘടിപ്പിക്കുകയും കാലക്രമേണ ഇതിനെയൊക്കെ മുഴുവൻ ഈ INTC ആയാലും ശരി തന്നെ ഏത് സംഘടനാ സംവിധാനമായാലും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി പകരുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് ഞാനൊക്കെ ഒരു KSU പ്രവർത്തകനായിട്ട് കടന്നു വന്നവരാണ്. കോളേജ് യൂണിയന്റെ ഭാരവാഹിയായി അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങളൊക്കെ കാണുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്തായാലും പാർട്ടി പ്രവർത്തന രംഗത്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഊടും ഭാവവും നൽകുന്നത് തീർച്ചയായും അന്നത്തെ യൂത്ത് കോൺഗ്രസ് അന്നത്തെ KSU പ്രവർത്തകരാണ്. പക്ഷെ ഇന്ന് ആ പ്രവർത്തന രംഗത്ത് വീണ്ടും സജീവമായ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ കൂടി പഴയതുപോലെ എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ വിടവ് നികത്തുന്നത് കേരളത്തിലെ INTC. ഇന്ന് കേരളത്തിലെ INTCക്ക് 14 ജില്ലകളിൽ എവിടെ കിടന്നു എന്നാലും ശക്തരായ പ്രവർത്തകരും ശക്തരായ അണികളുമുള്ള ഒരു സംഘടനാ സംവിധാനം INTCക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പാർട്ടിക്ക് എന്നൊരു മുതൽക്കൂട്ടാണെന്നൊരു സംശയവും വേണ്ട. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പൊ നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നതെന്ന് മനസ്സ് രാഷ്ട്രീയമൊക്കെ മാറി ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ സമൂഹവും നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ രാജ്യവും ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഒന്ന് ആലോചിക്കണം. ഇന്നലകളിലൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ നേടിയവരും ശരിക്കും പറയാൻ ശാസ്ത്ര രംഗത്ത് പോലും അത്ഭുതകരമായി നിൽക്കാവുന്ന ശാസ്ത്ര രംഗത്തെ നിൽക്കുന്ന ആളുകൾ പോലും വർഗീയമായി വേർതിരിവുകളിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റുകളിൽ നിന്ന് സർക്കാരുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെയൊക്കെ വിശ്വാസം അവരുടെയൊക്കെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് ജാതിയും മതവും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഭരണാധികാരികൾ തന്നെ, രാജ്യം ഭരിക്കുന്നവർ തന്നെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവും MP-മാരും MLA-മാരും വളരെ പരസ്യമായി നിയമസഭാ വേദികളിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുമ്പോൾ ഇതൊരു ഇന്ത്യ രാജ്യം തന്നെ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതൊക്കെ വിധത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. നേതാക്കന്മാർ ഈ 2 വാക്കുകളിൽ ആശംസകൾ അറിയിച്ചതിന് ശേഷം നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കും. നമ്മുടെ കാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി INTCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വടക്കേ ശേഷം അവരുടെ സംസാരിക്കുന്നു. ഈ സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഓരോ നിയമങ്ങളും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ പൂർവികരും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന കാലഘട്ടം മാറി. ഇന്ന് അതല്ല, ഇന്ന് ഹൈടെക് മേഖലയിലാണ് നമ്മുടെയൊക്കെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് വീണാൽ തന്നെ ഒരു മൊബൈലും കൂടെ കുട്ടിയിലേക്ക് കൊടുത്താൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ അന്തിച്ചു. പണ്ടൊക്കെ കുട്ടികൾ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ വായിക്കുന്നിടത്ത് മൊബൈലിൽ കൂടെയാണ് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പല
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്ന് അവരുടെ കുട്ടികളുടെ എല്ലാം ആ വിദ്യാഭ്യാസ നിലവാരം വളരെ വളരെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് തന്നെയാണ് IITയുടെയും അതേപോലെ കേരള സർവകലാശാലയുടെയൊക്കെ വിദ്യാഭ്യാസ രീതി തന്നെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഈ 1985 മോട്ടോർ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും കടവൂർ ശിവദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അന്നാണ് ഈ ക്ഷേമ ബോർഡുകൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ LDF ഗവൺമെന്റ് ഒന്നും അല്ല ക്ഷേമ ബോർഡ് കൊണ്ടുവന്നത്. അതിനുശേഷം ഈ ഇപ്പം നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡെന്ന് പറയുന്നത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ്. പക്ഷെ അതിനിപ്പോൾ ഒരു ചെറിയ കുഴപ്പം വരാൻ പോകുന്നു. അതിനെതിരെ നമ്മൾ സമരം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ഒരു ചെയർമാൻ വന്നിട്ടുണ്ട്. ആ ചെയർമാന്റെ നിർദ്ദേശം തൊഴിലാളിക്ക് വേണ്ടി അടയ്ക്കുന്ന വിഹിതം ആ തൊഴിലാളി പിരിയുമ്പോൾ ആ പൈസ മുതലാളി അടയ്ക്കുന്ന വിഹിതം ഉൾപ്പെടെ തൊഴിലാളി കിട്ടുക. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ചെയർമാൻ വന്നെടുത്ത തീരുമാനം അത് ഉടനെ നടപ്പാവും. മുതലാളി അടയ്ക്കുന്ന പൈസ അത് അവരെ സർക്കാരിലേക്ക് കണ്ടെത്തുകയും തൊഴിലാളി അടയ്ക്കുന്ന പൈസ മാത്രം തൊഴിലാളിക്ക് കൊടുക്കുകയും പിരിയുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2500 കോടി രൂപ മോട്ടോർ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ക്ഷേമ പെൻഷനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 1500 കോടി രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോർഡ് കൂടെ ഈ ഇടതുപക്ഷ സർക്കാർ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലാണ് ഒന്നും പറയുന്നില്ല. ഈ കൂടിയിരിക്കുന്ന എല്ലാ തൊഴിലാളികളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നില്ല. നമ്മൾക്കെല്ലാം രക്ഷ വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ഭരിച്ചെങ്കിൽ മാത്രമേ നമുക്കെല്ലാം രക്ഷ ഉണ്ടാവൂ. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് രക്ഷ ഉണ്ടാകത്തില്ല. ഈ രണ്ടാം തവണയും കൂടെ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നശീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. നാളെ വൈകിട്ട് 5 മണിക്ക് നമ്മളെ ഈ വരാൻ പോകുന്ന 9-ാം തീയതിയിലെ പൊതുപണിമുടക്ക്. ആ പൊതുപണിമുടക്കിന് നാളെ വൈകിട്ട് 5 മണിക്ക് നമ്മളൊരു കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. അത് കമ്മിറ്റിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് 7-ാം തീയതി ഒരു പന്തംകുളത്തി പ്രകടനവും 9-ാം തീയതി നമ്മൾ കൊല്ലത്ത് കുമാർ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് ബസ് ഡേ വരെയുള്ള പ്രകടനത്തിനെ കുറിച്ച് ആലോചിക്കാനും ഇരേപുരം മണ്ഡലത്തിലുള്ള എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. അതിനുപരിയായിട്ട് നാളത്തെ മീറ്റിംഗിൽ ഇരേപുരം മണ്ഡലം റീജിയണൽ കമ്മിറ്റിയിലുള്ള ആളുകളായാലും മോട്ടോർ തൊഴിലാളി ഫെഡറേഷനകത്തുള്ള ആളുകളായാലും അവരും നാളെ പങ്കെടുക്കണം. കാരണം UTUCയും STU കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കുറേശ്ശെയുള്ള നമുക്കറിയാം. ഇത് വിജയിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അതല്ല ഇതിനൊരു പരാജയം വന്നാൽ CPM CNUകാരില്ലാതെ നടത്തുന്ന ഒരു ആദ്യത്തെ പരിപാടിയാണ് ഇത്. നല്ല രീതിയിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് കൂടിയ ഈ സമ്മേളനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. INTUC ജയ് കോൺഗ്രസ്. നമ്മളെല്ലാം ഇതിനെ അത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ തെളിയിക്കുന്ന യാതൊരു കാരണങ്ങളും നിങ്ങൾ ചെയ്യരുത് ജീവിതത്തിൽ. അതേപോലെ തന്നെ ഇതിനകത്ത് പങ്കെടുത്ത അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിയും മറ്റുള്ള എല്ലാ നേതാക്കന്മാർക്കും
ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി